പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബജറ്റിനെ കുറിച്ചാണ്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബജറ്റ് എന്ന് പറയുന്നത്. സോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ബേസ്ഡ് വീഡിയോ ആണ് ഇത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോസ് ഇടാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണ് ബജറ്റ്? ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത പദമൊന്നുമല്ല. നോർമൽ ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ബജറ്റ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബജറ്റ് ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് ഉണ്ടായിരിക്കും. ബജറ്റിന്റെ മെയിൻ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ റവന്യൂവും എക്സ്പെൻഡിച്ചറുമാണ്. സോ ഒരു വ്യക്തിയുടെ ബജറ്റ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്റഡ് റവന്യൂ എത്രയാണ്, അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്റഡ് റെസീറ്റ്സ് അല്ലെങ്കിൽ ഇൻകം എത്രയാണ്, അദ്ദേഹത്തിന്റെ പ്രതീക്ഷിക്കുന്ന ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് അദ്ദേഹം കണക്കാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അദ്ദേഹത്തിന്റെ ബജറ്റിൽ. വെൻ വി ആർ കൺസിഡറിംഗ് എ നാഷൻ, ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബജറ്റ് ഈസ് എ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് വിച്ച് ഷോസ് ആന്റിസിപ്പേറ്റഡ് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഗവൺമെന്റ് ഫോർ എ ഫൈനാൻഷ്യൽ ഇയർ. നമുക്കറിയാം ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് അല്ലെ. ഏപ്രിൽ 1 ടു മാർച്ച് 31 വരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ. സോ ഒരു അപ്കമിംഗ് ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന അവരുടെ റെസീറ്റ്സ് എത്രയാണ്, ഇൻകം എത്രയാണ്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, ഇത് കാണിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർട്ടിക്കിൾ 112ലാണ് ബജറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബജറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 112. അവിടെ നമ്മൾ ബജറ്റ് എന്നല്ല മെൻഷൻ ചെയ്തിട്ടുള്ളത്, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ദെൻ കമ്മിങ് ഇൻ ടു സ്റ്റേറ്റ് ബജറ്റ് മായി ബന്ധപ്പെട്ടിട്ടുള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ 202 ആണ്. ദെൻ കമ്മിങ് ഇൻ ടു കോമ്പണൻസ് ഓഫ് ബജറ്റ്, നമ്മൾ ബജറ്റിന് 2 ഘടകങ്ങളാണ്. അഫ്കോഴ്സ് നമുക്ക് റെസീറ്റ്സും മറ്റൊന്ന് എക്സ്പെൻഡിച്ചറുമാണ്. ഗവൺമെന്റിന്റെ ഇൻകവും ഗവൺമെന്റിന്റെ വരുമാനവും ഗവൺമെന്റിന്റെ ചെലവുമാണ്. സോ നമ്മൾ ബജറ്റിനെ വിശദമായി പഠിക്കുമ്പോൾ കോമ്പണൻസ് ഓഫ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റിന്റെ ഘടകങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് റവന്യൂ ബജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബജറ്റ് ഉണ്ട്. സോ റവന്യൂ ബജറ്റിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റവന്യൂ റെസീറ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ വരവും റവന്യൂ ചെലവും ഉൾപ്പെട്ടതാണ് റവന്യൂ ബജറ്റ്. ക്യാപിറ്റൽ ബജറ്റ് അല്ലെങ്കിൽ മൂലധന ബജറ്റ് എന്ന് പറഞ്ഞാൽ മൂലധന വരവും മൂലധന ചെലവുമാണ്. ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഇവിടെ എന്താണ് ഈ റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അസറ്റിനെയോ ലയബിലിറ്റിയെയോ ബാധിക്കാത്ത ഐറ്റംസ്, അതായത് ഗവൺമെന്റിന്റെ അസറ്റിനെയോ ലയബിലിറ്റിയോ ബാധിക്കാത്ത എല്ലാവിധ ട്രാൻസാക്ഷൻസും റവന്യൂ ബജറ്റിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. നേരെ മറിച്ച് ഗവൺമെന്റിന്റെ അസറ്റിനെയും ലയബിലിറ്റിയെയും ബാധിക്കുന്നതാണ് ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ. റവന്യൂ ബജറ്റിൽ നമുക്ക് റവന്യൂ റെസീറ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി നോക്കൂ, റവന്യൂ റെസീറ്റ്സിൽ അതായത് റവന്യൂ ഇന വരവിൽ ഗവൺമെന്റിന് പ്രധാനമായിട്ടും ടാക്സ്, നോൺ ടാക്സ് ആണ് ഗവൺമെന്റിന്റെ വരവിന്റെ സ്രോതസ് എന്ന് പറയുന്നത്. സോ റവന്യൂ റെസീറ്റ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് ആണ്. ഗവൺമെന്റിന് നികുതി ഇനത്തിലും നികുതിയേതര ഇനത്തിലും ലഭിക്കുന്ന വരവുകളാണ് റവന്യൂ റെസീറ്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ആയിട്ടുള്ള ചെലവ് മീറ്റ് ചെയ്യുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിലൂടെയാണ്. അതിലേക്ക് വിശദമായിട്ട് വരാം. ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ആരുടെ മേലാണോ ഇമ്പോസ് ചെയ്തത്, ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്, ഈസ് ലയബിൾ ടു പേ ദി ടാക്സ്, അദ്ദേഹം തന്നെ ടാക്സ് അടച്ചിരിക്കണം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാണ്. ടാക്സ് ചുമത്തിയ ആള് ആ ബേർഡൻ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി, വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്തിട്ടുള്ള ടാക്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടീസിംഗ് നൗ. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇതൊക്കെ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ്. കമ്മിങ് ഇൻ ടു ഇൻഡയറക്റ്റ് ടാക്സ്, എക്സൈസ് duty, custom duty, service tax, GST, these are all comes under the heading of indirect tax. Then നോൺ ടാക്സ് റവന്യൂ നികുതിയേതര സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. അതും റവന്യൂ റെസിറ്റ്സിന്റെ ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫീസ്, നമ്മൾ അടക്കുന്ന കോർട്ട് ഫീ, അതുപോലെ എക്സാം ഫീ, രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയ ഫീസുകൾ, ഫൈനുകൾ, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, അതായത് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ലോണുകൾക്ക് ഗവൺമെന്റ് ലഭിക്കുന്ന പലിശ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ലോണുകൾക്ക് ഗവൺമെന്റിന് ലഭിക്കുന്ന പലിശ. ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതായത് നമ്മൾ ഫോറിൻ എൻറ്റിറ്റീസിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഗ്രാൻഡുകൾ. പേയ്മെന്റ് ഫോർ സർവീസസ്, നമ്മൾ ഗവൺമെന്റ് സർവീസസ് അവെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അടക്കുന്ന പേയ്മെന്റ്സ്. ഡിവിഡൻഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് നിക്ഷേപത്തിൽ നിന്നും ഗവൺമെന്റിന് ലഭിക്കുന്ന ഡിവിഡൻസ്. ദീസ് ആർ ഓൾ കംസ് അണ്ടർ ദി നോൺ ടാക്സ് റവന്യൂ. ദെൻ കമ്മിങ് ഇൻ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ആയിട്ടുള്ള സ്പെൻഡിങ്, ഗവൺമെന്റിന് ഒരു ഭംഗവും കൂടാതെ നടത്തേണ്ട ചെലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്, നമ്മൾ കടം വാങ്ങൽ എന്ന് പറഞ്ഞാൽ, ബോറോയിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാപിറ്റൽ ബജറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനം. പക്ഷേ ആ ബോറോയിങ്ങിന് അടക്കുന്ന ഇൻട്രസ്റ്റ്, പലിശ എന്ന് പറയുന്നത് മുടങ്ങാതെ അടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ കടം മേടിച്ചാൽ പലിശ അടക്കണം. അതുപോലെ ഗവൺമെന്റിന്റെ കടത്തിന് ഗവൺമെന്റ് അടക്കുന്ന പലിശ എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ
ഭാഗമായിട്ടുള്ളതാണ്, അത് മറക്കരുത്. ദെൻ സബ്സിഡീസ്, ഗവൺമെന്റ് നൽകുന്ന സബ്സിഡികൾ, പെൻഷൻ, സാലറി, ഗ്രാന്റ് ടു അതർ എൻറ്റിറ്റീസ്, മറ്റ് എൻറ്റിറ്റീസിന് കൊടുക്കുന്ന ഗ്രാന്റുകൾ, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമാണ്. സോ റവന്യൂ ബജറ്റിൽ രണ്ട് ഭാഗമുണ്ട്, ഒന്ന് റവന്യൂ റെസീറ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. റവന്യൂ റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അസറ്റ് കുറയ്ക്കാത്തതോ ലയബിലിറ്റി കൂട്ടാത്തതോ ആയ വരവുകളാണ്. സോ റവന്യൂ ബജറ്റിന്റെ ഭാഗങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റവന്യൂ റെസീറ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും ആണ്. അതിൽ റവന്യൂ റെസീറ്റ്സിൽ ടാക്സ് ആൻഡ് നോൺ ടാക്സ്, ദെൻ അഗെയിൻ ടാക്സ് ഇസ് ഡിവൈഡഡ് ഇൻടു ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ബജറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഗവൺമെന്റിന്റെ അസറ്റിനെയും ലയബിലിറ്റിയെയും ബാധിക്കുന്നതാണ് എന്ത്, ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? സോ ക്യാപിറ്റൽ റെസീറ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ക്യാപിറ്റൽ ബജറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന വരവും മൂലധന ചെലവും. ദെൻ മൂലധന വരവിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ക്യാപിറ്റൽ റെസീറ്റ്സിലാണ് ലോണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ദിസ് ആർ ദി ടു മെയിൻ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ റെസീറ്റ്സ്. ലോൺ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അവരുടെ ചെലവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വായ്പകളെല്ലാം വരുന്നത് ക്യാപിറ്റൽ റെസീറ്റ്സിലാണ്. ലോൺ നമ്മൾ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ലയബിലിറ്റി കൂടുകയാണല്ലോ ചെയ്യുന്നത്, ലയബിലിറ്റി കൂടുന്നു. സോ ലയബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത് ലോൺ എടുക്കുമ്പോൾ, അല്ലെ? കമ്മിങ് ഇൻ ടു ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നമ്മളൊരു ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഗവൺമെന്റ് അവരുടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് പ്രൈവറ്റിന് വിൽക്കുമ്പോൾ ഗവൺമെന്റ് ഗെറ്റ്സ് മണി. അപ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന് പണം ലഭിക്കുന്നു. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴി ഗവൺമെന്റിന്റെ അസറ്റ് കുറയുന്നുണ്ട്, അല്ലെ? ഗവൺമെന്റിന്റെ സ്വന്തമായിട്ടുള്ള അസറ്റ് കുറയുന്നുണ്ട്. സോ ലയബിലിറ്റി വർദ്ധിപ്പിക്കുകയും അസറ്റ് കുറയുകയും ചെയ്യുന്ന തരത്തിലുള്ള വരവുകളാണ് ക്യാപിറ്റൽ റെസീറ്റ്സ്. ക്യാപിറ്റൽ റെസീറ്റ്സ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഓർ falling asset. അസറ്റ് കുറയുന്നു അല്ലെങ്കിൽ ലയബിലിറ്റി കൂടുന്നു. ഫോർ എക്സാമ്പിൾ ലോൺ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ദെൻ റിക്കവറീസ് ഓഫ് ലോൺ. റിക്കവറീസ് ഓഫ് ലോൺ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ലോണുകളുടെ തിരിച്ചടവ്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുത്ത ലോണുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് തിരിച്ചടക്കുന്നു. സോ ആ തിരിച്ചടവിലൂടെയും സെൻട്രൽ ഗവൺമെന്റിന് പണം ലഭിക്കുന്നതാണ് റിക്കവറീസ് ഓഫ് ലോൺ എന്ന് പറയുന്നത്. ദെൻ സ്മോൾ സേവിങ്സ്, പോസ്റ്റ് ഓഫീസ് ക്രെഡിറ്റ്, PF, പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നും ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനത്തെയാണ് ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മൂലധന ചെലവാണ്. മൂലധന ചെലവ് എന്ന് പറയുമ്പോൾ ഹിയർ ഗവൺമെന്റിന്റെ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? റോഡുകൾ ഉണ്ടാക്കുന്നു, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. സോ ദേ ആർ ക്രിയേറ്റിംഗ് അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വഴി അസറ്റ് എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ലയബിലിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇഫ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് എടുത്തൊരു ലോൺ തിരിച്ചടക്കുന്നു. ഗവൺമെന്റ് ഫോറിൻ എൻറ്റിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ RBIയിൽ നിന്നോ ഒക്കെ എടുത്തിട്ടുള്ള കൊമേഴ്ഷ്യൽ ബോറോയിങ്ങിലൂടെ ഒക്കെ എടുത്തിട്ടുള്ള ലോൺ തിരിച്ചടക്കുന്നു എന്ന് വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് ലയബിലിറ്റി ഈസ് ഫോളിങ്. അപ്പോൾ ബാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് ലോൺ എടുത്തിട്ട് തിരിച്ചടക്കുക, അല്ല എങ്കിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന റോഡുകൾ, ബിൽഡിങ്ങുകൾ, മെഷീൻസുകൾ, ഗവൺമെന്റ് മേടിക്കുന്ന ഷെയറുകൾ, ഇതൊക്കെ അസറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ആർ ഓൾ കം അണ്ടർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ വിച്ച് ക്രിയേറ്റ് അസറ്റ് ഓർ റെഡ്യൂസിംഗ് ലയബിലിറ്റി. These are mainly components of budget. Mainly there are two components for budget: revenue budget and capital budget. Revenue budget again divided into revenue receipts and revenue expenditure. Capital budget again divided into capital receipts and capital expenditure. While coming into capital budget, it is related with asset and liability of government, and revenue budget is not related with asset and liability. ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് എന്ന് പറയുന്നത്, the first budget in India was presented by James Wilson in 1860. ജെയിംസ് വിൽസൺ 1860 ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ദെൻ മാക്സിമം ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായി ആണ്. ഫൈനാൻസ് മിനിസ്റ്റർ ആണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നോർമലി നമുക്ക് രണ്ട് ലേഡീസ് ഫൈനാൻസ് മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ആൻഡ് നിർമ്മല സീതാരാമൻ. 1957 ബജറ്റിന് അറിയപ്പെടുന്നത് ദ കൃഷ്ണമാചാരി കാൽഡർ ബജറ്റ് എന്നാണ്. ദെൻ 1973 ബജറ്റ് ദ ബ്ലാക്ക് ബജറ്റ് ആണ്. ദെൻ 1997 ബജറ്റിന് അറിയപ്പെടുന്നത് ഡ്രീം ബജറ്റ് എന്നാണ്. ദെൻ 2000 ബജറ്റ് ദ മില്ലേനിയം ബജറ്റ് ആണ്. ദെൻ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ബജറ്റുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് സീറോ ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. പീറ്റർ എ ഫിയർ ആണ് ഇതാദ്യമായിട്ട് USA അവതരിപ്പിച്ചിട്ടുള്ളത്. സീറോ ബേസ്ഡ് ബജറ്റിംഗ് പീറ്റർ എ ഫിയർ ആണ്. ദെൻ ZPP ഷോർട്ടാക്കി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത് VP സിംഗ് 1986-87 VP സിംഗ് ഇത് ഇന്ത്യയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീറോ ബേസ്ഡ് ബജറ്റിംഗ്. ദെൻ കമ്മിങ് ഇൻ ടു പെർഫോമൻസ് ബജറ്റ്, ഫസ്റ്റ് USA പെർഫോമൻസ് ബജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഹൂവർ കമ്മീഷനാണ് അത് റെക്കമെൻഡ് ചെയ്തത്. ദെൻ ഇന്ത്യയിൽ 1975-76 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പെർഫോമൻസ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്.
ദെൻ ഇതിൽ ഉൾപ്പെടാത്ത ജെൻഡർ ബജറ്റ് ഉണ്ട്. ജെൻഡർ ബജറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജെൻഡർ ബജറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് 2005-06 ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2023-24 ബജറ്റിൽ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം, ഗവൺമെന്റിന് പ്രധാനമായും വരുമാനം ലഭിച്ച ഡിഫറെന്റ് സോഴ്സസ് ഏതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റിന് 1 രൂപ ലഭിക്കുകയാണെങ്കിൽ ആ 1 രൂപയിൽ 34 പൈസ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ബോറോയിങ്സ് ആണ്. അതായത് കടം വാങ്ങിച്ചുകൊണ്ടാണ് 34 പൈസ ലഭിക്കുന്നത്. 1 രൂപയിൽ 34 പൈസ ലഭിക്കുന്നത് ബോറോയിങ്സിലൂടെയാണ്. വിച്ച് മീൻസ് 34% ആർ ഗെറ്റിംഗ് ഫ്രം ബോറോയിങ്സ് ആണ്. ദെൻ 17 പൈസ 17 പൈസ is getting from GST അല്ലെങ്കിൽ 17% is from, then 17% is from GST. 17 പൈസ GSTയിൽ നിന്നാണ്. then 15 പൈസ or 15% is from corporate tax, കോർപ്പറേഷൻ ടാക്സിൽ നിന്നാണ് 15%. then again 15 പൈസ from income ടാക്സിൽ നിന്ന് 15 പൈസ അല്ലെങ്കിൽ 15%. 6 പൈസ നോൺ ടാക്സ് റവന്യൂവിൽ നിന്നാണ്. then 7 പൈസ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്നാണ്. then 4 പൈസ കസ്റ്റം ഡ്യൂട്ടിയിൽ നിന്ന്. 2 പൈസ നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീറ്റ്സിൽ നിന്ന്. ദെൻ നമ്മുടെ ഇതേപോലെ തന്നെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് നമ്മൾ പഠിച്ചു അല്ലേ. റവന്യൂ എക്സ്പെൻഡിച്ചറുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുണ്ട്. സോ നമുക്ക് ഗവൺമെന്റിന് 1 രൂപ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചെലവിൽ ഗവൺമെന്റ് 1 രൂപ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്രയൊക്കെ പൈസ അല്ലെങ്കിൽ എത്ര ശതമാനം വിവിധ ഇനങ്ങളിലായിട്ടുള്ള ചെലവിലേക്ക് പോകുന്നു നോക്കാം. ഗവൺമെന്റിന് 1 രൂപ ലഭിക്കുകയാണെങ്കിൽ 20% ഈസ് ഗോയിങ് ടു ഇൻട്രസ്റ്റ് പേയ്മെന്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. 20% പോകുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റിലേക്കാണ്. 18% പോകുന്നത് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസിലേക്കാണ്. നമുക്കറിയാം സ്റ്റേറ്റിന്റെ ഷെയർ ഉണ്ട് GSTയിലൂടെയൊക്കെ ലഭിക്കുന്ന വരുമാനത്തിന് ഡെഫിനറ്റ് ആയിട്ടും സ്റ്റേറ്റിന് ഷെയർ പോകുന്നുണ്ട്. 18% അത്തരത്തിലുള്ള സ്റ്റേറ്റിന്റെ ടാക്സ് ഷെയർ ആണ്. 17% സെൻട്രൽ സെക്ടർ സ്കീമുകൾക്കാണ്. 17 പൈസ സെൻട്രൽ സെക്ടർ സ്കീമിനാണ്. ദെൻ 9 പൈസ പോകുന്നത് ഫൈനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫർ ആണ്. ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ട്രാൻസ്ഫറിലൂടെയാണ് 9 പൈസ പോകുന്നത് അല്ലെങ്കിൽ 9% പോകുന്നത്. 8% അതർ എക്സ്പെൻഡിച്ചർ ആണ്. 7% സബ്സിഡീസ് ആണ്. 4% പോകുന്നത് പെൻഷനിലേക്കാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു നോർമൽ ഡൗട്ട് വരാം, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ. ദെൻ റവന്യൂ റെസീറ്റ്സിലാണോ ക്യാപിറ്റൽ റെസീറ്റ്സിലാണോ ഗവൺമെന്റിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്? ഡെഫിനറ്റ്ലി അത് റവന്യൂ റെസീറ്റ്സിൽ നിന്നാണ്. സോ ഇത്രയാണ് ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഡെഫിസിറ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.